ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. ഞങ്ങൾ ഇന്ന് ആദിൽ ഖാനെ കാണാൻ പോവാണ്. ആദിൽ ഖാൻ എന്നുള്ളത് എൻ്റെ സ്വന്തം ബ്രദറാണ്. ആദിൽ ഖാൻ മലപ്പുറം പുളിക്കലുള്ള എബിലിറ്റി സെൻറ്ററിൽ പഠിക്കാൻ പോയതാണ് കുറച്ച് മാസങ്ങൾക്ക്. അപ്പോൾ ആദിൽ ഖാൻ പോയതിന് ശേഷം ഞങ്ങൾ കാണാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ആദിൽ ഖാൻ അവിടെ പോയതിന് ശേഷം ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദിൽ ഖാക്ക് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് അവിടെ എത്തിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. ഞങ്ങളുടെ കൂടെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ 2 മക്കൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടാക്കല്ല കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിങ്ങനെ ഒരുക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ മക്കൾക്കും അങ്ങനെയാണ്. അവരെ പാരൻസ് എപ്പോഴും അവരെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പം ഇവൻ ഇത്രയും പൊതുപോലെ വളർന്നിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ഉമ്മയായാലും ഉപ്പയായാലും കെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സ്കൂൾ പൂട്ടി തുറക്കുന്നത് എത്ര പെട്ടെന്നല്ലേ. സ്കൂൾ പൂട്ടിയിട്ട് ഇപ്പോൾ ഇവരെയും കൊണ്ട് പുറത്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ വീട്ടിലുണ്ടാവും, പക്ഷേ അവരെവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റാറില്ല. ഇന്ന് ആദിൽ ഖാൻ്റെ അടുത്തെങ്കിലും പോകാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ തിരിച്ച് വരുമ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ കയറാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയത്. പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ മാത്രമല്ലല്ലോ, കുട്ടികളും വെയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ സ്കൂട്ടറിലൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൺ ടാനൊക്കെ ഇവർക്ക് പഠിക്കും. അപ്പം അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അപ്ലൈ ചെയ്ത് തരാമെന്നുള്ള തർക്കത്തിനോടിൽ ലാസ്റ്റ് ലീവൂട്ടൻ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാണ് കേട്ടോ. പക്ഷെ എനിക്കതിങ്ങനെ കണ്ട് നിൽക്കാൻ സഹിച്ചില്ല. കൈയ്യട്ട് ഇപ്പം തരാം. ഇപ്പം തരാം. ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങോട്ട് മേലോട്ടാട്ടെ എന്നിട്ട് ഇങ്ങോട്ട് ഒക്കെ സെറ്റ് ഉണ്ട് പോയിക്കോ. ഉണ്ട്. പിൽസ കുട്ടീനെ ഒരുക്കണ്ടേ. കണ്ണുപൊട്ട് പിൽസ. നോക്ക്
കുഞ്ഞു റബ്ബർ തന്നെ. നല്ല അടുത്ത് ടക്ക 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 ചക്ക. കേട്ടോന്ന് രണ്ട് വരച്ചു ചെറുപ്പ് പൊട്ടിപ്പോയി. കൊടുക്കട്ടോ. കണ്ണാടി കണ്ണെഴുതാം. ചുക്കുളു 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 ചുക്കുളു. കണ്ണു പൊട്ടു. ഓ ലിപ്സ്റ്റിക് ഇടണോ? ഷിൽസിക്ക് ലിപ്സ്റ്റിക് വേണോ? വേണോ? ഷിൽസിക്ക് ലിപ്സ്റ്റിക് വേണം. ഒച്ചിരി കേട്ടോ. ഈ ചിരിക്കി. ഗുഡ് ഗേൾ. അതോ ചിരിക്കി 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 ചിരിക്കി. സുന്ദരി. ഇവിടെ ക്ലിപ്പ് കുത്തട്ടെ. വേണ്ടല്ലേ. ഇനി സേറമോളെ സുന്ദരിയാക്കിയാലോ?
ആൻഡ് ഫൈനലി ഞാൻ ഒരുങ്ങട്ടെ. ഒരുങ്ങാനും അതൊന്നുമില്ല, ജസ്റ്റ് ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും ചെയ്ത് സൺസ്ക്രീനും ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ടോണർ ഇട്ട് ജസ്റ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊരു സമയം. ഓൾറെഡി സമയമൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവർ ഓൾറെഡി അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. 3 ഫിംഗേഴ്സ് ഇട്ട് അപ്ലൈ ചെയ്യണമെന്നാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ. സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ ഉച്ചയ്ക്കുണ്ട്. ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്ത്, നല്ലൊരു ലിപ് ബാമാട്ടോ. എനിക്ക് ഫേവറേറ്റ് ലിപ് ബാമാണ്, ഡോവിൻ്റെയാണ്. നല്ല മോയ്സ്ചറൈസിങ് നൽകുന്നുണ്ട് നമുക്ക്. പിന്നെ ഐലൈനർ എനിക്ക് ഫോണിൽ നോക്കി അങ്ങനെ എഴുതി ശീലമല്ല. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ കണ്ണാടി പോയിട്ട് വേറെ എഴുതിയിട്ടോ. ആദ്യം എഴുതിയൊന്നും അങ്ങനെ റെഡി ആവാനായിട്ട് സെഹ്റക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ മേക്കപ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കും വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സർജറിന് ശേഷം ഒരുപാട് ഐബ്രോസിലുള്ള ഹെയർസൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. ഐലൈനർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് തട്ടിക്കൂട്ട് പരിപാടി അതന്നെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ലിയൂട്ടൻ്റെ നല്ല റാപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക റാപ്പേഴ്സിൻ്റെയും ആരാധകനാട്ടോ ഇവന്. മറ്റേ നമ്മളെ ഡബ്സി, ബേബി ജിൻ, പിന്നെന്താ ഹനുമാൻകൈൻഡ്, ഫെജോ, വാഡൻ, പിന്നെ നമ്മളെ ബീബി ഓൻ്റെയൊക്കെ. ഇവൻ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു സോങ് പാടാൻ പറഞ്ഞാൽ ലിറിക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ചില വേർഡ്സൊക്കെ നോക്കിയിട്ട് പാടുക അങ്ങനെ ഒന്നുമല്ലല്ലോ, കേട്ടിട്ടുള്ള ഒരു ഇതിൽ അങ്ങനെ പാടുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ട്. കഴിയുന്നൊക്കെ എററൊക്കെ തിരുത്തി കൊടുക്കും. നമുക്കും കാര്യമായിട്ടൊന്നും അറിയില്ല, അത് വേറെ കാര്യം. ലിപ്സ്റ്റിക് കൊണ്ട് ബ്ലഷും ഇട്ട് ദെൻ ഹിജാബും ചേഞ്ച് ചെയ്തിട്ട് ഏത് സ്റ്റൈല് വേണമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന പരാക്രമങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കുറേ ആയി ഞാനിങ്ങനെ റോൾ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ആദ്യത്തത് കട്ട ഫ്ലോപ്പായി. പിന്നെ വീണ്ടും ചേഞ്ച് ചെയ്ത് ഒന്നാമത് ഈ ഹെൽമെറ്റൊക്കെ ഇട്ട് അവിടെ എത്തുമ്പോൾ എന്തായാലും ഈ റോളിംഗ് ഒക്കെ ഏകദേശം സെറ്റാവും. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ റോൾ ചെയ്ത് പോകില്ല. ഇപ്പോൾ ഫൈനലി ഈ ഒരു സ്റ്റൈൽ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 1 മണിക്ക് എന്തായാലും പുതിയ സ്റ്റാൻഡ് എത്തുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ടാറ്റ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ആദിൽക്കാക്കൻ്റെ അടുത്ത് പോയി വരാം. നമ്മളെവിടെ പോണേ? നമ്മളെവിടെ പോണേ? ജംഗ്ഷനിൽ സെൽഫി എടുത്തു. പിന്നെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് എത്താത്തൻ്റെ മക്കളെയും കൂട്ടി സ്ട്രോബെറി ഷേക്കും കുടിച്ച് നേരെ വീട്ടിലേക്ക് ബസ്. ഫ്രണ്ടിൽ സീറ്റാണ് കിട്ടിയത്. ബസ് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കയറണമെന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ പിന്നെ ബസ്സാണെങ്കിലും കാറാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും വണ്ടി കയറാൻ പെട്ടെന്ന് ഉറങ്ങാം, അതാണ് ശീലം. അത് ബസ്സാണോ കാറാണെങ്കിലും ഞാൻ വലിയ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വലിയ പറമ്പിലാട്ടോ പുളിക്കലിന് 70 രൂപേൻ്റെ ഓട്ടോ കയറിയാൻ പറ്റും. അവിടെ ഡയറക്റ്റ് ബസ്സും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ എബിലിറ്റി ഫൗണ്ടേഷൻ സെൻറ്ററിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അത് കുറച്ച് മക്കളെയും കൊണ്ടൊക്കെ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ കയറിയതാണ്.
ഇതാണ് ഹോസ്റ്റല്. ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇക്കാക്ക അവിടെ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി സ്കില്ലൊക്കെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് ഇവരെ ലക്ഷ്യം. അവരെ കൂടെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അവർ ആ വീൽ ചെയറിൽ വരുന്നതാണ് കേട്ടോ എൻ്റെ കാക്ക. സൂര്യനാണ് നല്ല ഇഷ്ടല്ല. ഇരുടായിട്ടാണ് ഞങ്ങൾ ബസ് കയറിയത്. ഹസ്ബൻഡ് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു. കൂടെ വന്നിട്ടില്ല. ഞങ്ങൾ അവരുടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബസ് ഇറങ്ങുന്ന സമയമാകുമ്പോൾ അവിടെ ഞങ്ങൾ ബസ്സിൻ്റെ കൂടെ സ്റ്റാൻഡിലേക്ക് വരാമെന്ന് പറഞ്ഞു. എൻ്റെ സ്കൂട്ടർ ഞാൻ സ്റ്റാൻഡിലായിരുന്നു വരുന്ന സമയത്ത് പാർക്ക് ചെയ്ത് അശിക ഞങ്ങളെ ബസ്സിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡിലെത്തിയിട്ടോ. പിന്നെ എൻ്റെ വണ്ടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വണ്ടിയിൽ ഞാനും ഹിതമോളും സേറമോളും പിന്നെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിൽ മുത്തുമോനും ഡിയൂട്ടനും ഫിൽസക്കുട്ടിയും കയറി ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് പോയതല്ലേ. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഒരു സ്ട്രോബെറി ഷേക്ക് മാത്രമാണ്, സ്ട്രോബെറി ഷേക്കും ചിക്കൻ റോൾ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ച് ഫുഡ് തിന്നാ പോയി. എന്നപ്പോ കഴിച്ചിട്ട് പപ്പ പോയി. എന്നിട്ട് കഴിച്ചിട്ട് കണ്ണാടിക്കാൻ പോയി. മരണക്കിണർ കണ്ട് ആടുന്നു സെൽഫി എടുത്ത്. കണ്ണാടിക്കൽ ചന്ത ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. നല്ല തിരക്കാണ്. അതിൻ്റെ കണ്ണാടിക്കൽ ചന്ത കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ടാണ് അത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അശിക്കാൻ നമുക്ക് അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ല റഷായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് നിന്ന് കൊടുക്കാൻ പറഞ്ഞു. തനിയെ നിന്നായിക്കോളും. അങ്ങനെ പ്രശ്നമായിരുന്നു. പിന്നെ ഓരോ ടിക്കറ്റ് എടുത്തിട്ടുള്ള ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് മാറി കണ്ടു. ഇത് യന്ത്രഞ്ഞാൽ കയറുന്ന സമയത്ത് കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം പറയുന്ന പോലെയാണ് കേട്ടോ. മനുഷ്യന്മാർ തല്ല് കൂടിക്കൊണ്ടിരിക്കും. മരണക്കിഴങ്ങിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സംഭവമാണ് കേട്ടോ. അതിലൊരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവർ എന്താ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവർ ഗാലറിയിലുള്ള ആൾക്കാർ കാഷ്വാലിറ്റി പിന്നെ വായനൊക്കെ തിരിഞ്ഞിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.